പക്ഷെ മുറുക്കോനൊക്കെ ചെറിയ നായയാണ്. പക്ഷെ ഗംഭീര ഡോഗാണ്. മുറുക്കോന്റെ ഒപ്പം നിർത്താൻ പറ്റിയൊരു ഡോഗാണ്. കാരണം MD റോഡ്വേയുടെ മുറുക്കോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈസുള്ളൊരു ഡോഗ് ഇവനാണ്. മുറുക്കോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോഗാണ്. ഇവൻ MD റോഡ്വേയുടെ സെക്കൻഡ് ഡോഗാണ്. അപ്പൊ നമുക്ക് അടുത്തിരുന്ന് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്പത്തി ഇപ്പുറത്തി ആടെ തന്നെ മറച്ചിടും ചിലപ്പോൾ. അത്രയും ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു ഫീമെയിലാണ് സേറ തോമസ് വെൽസി. ഒരുപാട് ജഡ്ജസിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഫ്രണ്ടിൽ മൂവ് ചെയ്യുക എന്നുള്ളത്. ബ്രീഡ് ചെയ്തതാണ്. സെയിം റിപ്പീറ്റഡ് കോമ്പിനേഷൻ ആണ് ഷാക്കിറയുടെ സെയിം റിപ്പീറ്റഡ്, അതായത് സെയിം അച്ഛനും അമ്മയും തന്നെ രണ്ടാമത്തെ മീറ്റിംഗിൽ ഉണ്ടായ കുട്ടിയാണ് പ്രിക്കോനെ നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനത് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇവരോട് പറയുന്നത് ഇതുപോലൊരു ഡോഗ് ജീവിതത്തിൽ ഇനി ഇന്ത്യയിലേക്ക് വരില്ല അതിപ്പോ. പക്ഷെ ആ ഒരു അനുഗ്രഹം കുറച്ച് കാലേ എൻ്റെ കൂടെ ഉണ്ടായുള്ളൂ. സ്പെഷ്യാലിറ്റിക്കും എല്ലാത്തിനും പറ്റുന്ന ഒരു ഡോഗ്, എല്ലാത്തിനും ബെസ്റ്റ് ഷോ അടിക്കാൻ പറ്റുന്ന ഒരു ഡോഗായിരുന്നു ഷാക്കിർ. അവളുടെ ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. ഫോൾട്ടുകൾ ഇല്ലാത്ത ലോകത്ത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹീറ്റാവുന്ന ഒരു ഫീമെയിലിന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്ലഡ് വരുമ്പോൾ ചിലർ ചോദിക്കും ചേട്ടാ ബ്ലഡ് വരുന്നുണ്ട് അല്ലെ ബ്ലഡ് കാണില്ല. അപ്പം നമുക്ക് EVON സ്റ്റാർട്ട് ചെയ്യാം, വൈറ്റമിൻ ഇ. അപ്പോൾ EVON ആ ബ്ലഡ് വന്ന് മെയ്റ്റ് ചെയ്യുന്ന വരെ നമുക്ക് ഇതൊക്കെ ഇവിടുന്ന് സെയിലൊക്കെ ചെയ്യുന്നതൊക്കെ എത്ര രൂപയ്ക്ക് ഏകദേശം? അത് നോർമൽ ക്രേറ്റ് എന്ന് പറയും. ഇതിപ്പോ ഇന്ത്യൻ ക്രേറ്റ് ആണ്, ഫൈബർ മിക്സ് ആണ്. ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം, അക്കൗണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളേ നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ മതിലകം പെരിഞ്ഞനത്തുള്ള MD റോഡ് വേസിലുണ്ടോ, നമ്മുടെ മനോജേട്ടൻ മുന്നിൽ തന്നെ ഉണ്ട്. ഹായ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്നേക്കണം. ഇവിടുത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ പുതിയ ഡോഗ്സിനെയും ഇവിടുത്തെ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്താ തോന്നണേ ഒക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇവിടെയൊക്കെ ഡോഗ്സുകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള കുറച്ച് ഡോഗ്സിന്, എല്ലാ ഡോഗ്സിനും നമുക്ക് കാണിക്കാൻ പറ്റില്ല, പറ്റാവുന്ന കുറച്ച് ഡോഗ്സിൻ്റെയൊക്കെ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താം. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ടാവും. ഹായ് നമസ്കാരം, എൻ്റെ ഒരു മനോജ് എന്നാണ്. MD റോഡ്വേയുടെ മിറുക്കുവാണിത്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു മെയിലാണ്. ഇന്ത്യയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മെയിൽ. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മെയിലാണ്. ഓൾമോസ്റ്റ് ഒരു 84-85 കിലോ വെയിറ്റ് ഉണ്ട്. പിന്നെ ഏകദേശം 74 സെൻറ്റിമീറ്ററോളം ഹൈറ്റും ഉണ്ട്. ഇവൻ ക്വാളിറ്റി അല്ല, ഹെവി സൈസാണ്. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. ഡയറക്റ്റ് കാണുമ്പോൾ കൂടുതൽ കുറച്ചും കൂടി അറിയാൻ പറ്റുക ഇവനെ കുറിച്ച്. ഇവനൊരു ഫേസ് ഉണ്ട്, എന്തോരം ഹൈറ്റ് ഉണ്ട്, സൈസ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. മുറുക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ടിം ടോറിന്റെ സണ്ണാണ്. ഇന്ത്യയിൽ ഒരുപാട് സണ്ണുകളുണ്ട് ഇന്ത്യയിൽ. അതിലെ ഏറ്റവും വലിയൊരു നായ എന്ന് പറയാൻ പറ്റുന്ന ഡോഗാണ് മുറുക്കോ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ള നായ്ക്കളെയും പുതിയതായിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ സിറിയോ ഫുസീനോ ദി ഫെസ്റ്റോ. ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പക്ക ഷോ ഡോഗാണ്. ഇവന്റെ ടോപ്പ് ലൈൻ, അണ്ടർലൈൻ, ഹെഡ് ഷേപ്പ്, ഹെഡ് പ്രൊഫൈൽ, ഇയർ സെറ്റിങ്, കണ്ണ്, പല്ല്, അതായത് നമ്മുടെ ഒരു ഡോഗിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മൂക്കിന്റെ തറ്റം മുതൽ വാലിന്റെ തറ്റം വരെ പോയിന്റുകളാണ്. അപ്പോൾ അതിലെല്ലാം കൂടി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റോട്ട് വീലറാണ് നമ്മുടെ സിറിയോ ഇറ്റലിക്കാരനാണ്. ഇനി വരും ഷോകളിൽ നമ്മുടെ MD റോഡ്വേയുടെ ഷോ ഡോഗായിട്ട് റിങ്ങുകളിൽ ഉണ്ടാവുന്ന ഒരാളാണ് സിറിയോ. നെക്സ്റ്റ് സീസൺ ഫുള്ള് ഇവനെ വെച്ച് കവർ ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നമ്മുടെ ഇവിടെ ഉള്ള അടുത്ത ആളെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ജിനോ. ഇവരൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. ജിനോ നമ്മുടെ ചെറുപ്പത്തിൽ വന്ന സമയത്ത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയില് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ആള് വലുതായി. ആള് വലുതാവുക മാത്രല്ല, ആള് ഒരുപാട് വിന്നിങ് അടിച്ചു. ഇപ്പൊ വെറും ജിനോ അല്ല, ഇപ്പൊ ബെസ്റ്റ് ഇൻ ഷോ ചാമ്പ്യൻ ജിനോ ആണ്. ഒരു സ്പെഷ്യാലിറ്റിയിൽ സെക്കൻഡ് അടിച്ചിട്ടുണ്ട്, തേർഡ് അടിച്ചിട്ടുണ്ട്, ഫോർത്ത് അടിച്ചിട്ടുണ്ട്. അതേപോലെ ബെസ്റ്റ് ഇൻ ഷോ, ഓൾ ബ്രീഡിൽ ബെസ്റ്റ് ഇൻ ഷോ അടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചാമ്പ്യനായി. ഒരുപാട് വിശേഷങ്ങൾ ഇവ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പേരും ഒരുപാട് പ്രൗഡും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഷോയിലൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടും തലേ താത്തിട്ടൊക്കെ വന്നിട്ടുള്ള നിമിഷങ്ങളൊക്കെ മാറ്റി തന്നിട്ടുള്ള ഒരാളാണ് ജിനോ. അതേപോലെ തന്നെ ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാക്കിറയുടെ ബ്രദറാണ്. അതായത് സെക്കൻഡ് ജനറേഷൻ, അതായത് ഫസ്റ്റ് കോമ്പിനേഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് ബ്രീഡ് ചെയ്തതാണ്. സെയിം റിപ്പീറ്റഡ് കോമ്പിനേഷനാണ് ഷാക്കിറയുടെ സെയിം റിപ്പീറ്റഡ്, അതായത് സെയിം അച്ഛനും അമ്മയും തന്നെ രണ്ടാമത്തെ മീറ്റിംഗിൽ ഉണ്ടായ കുട്ടിയാണ്
ഫ്രിക്കോനെ നമ്മൾ ഷോയ്ക്ക് വേണ്ടിട്ട് തന്നെയാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവനിപ്പോ 17 മാസം ആവണു. അപ്പോൾ ഇനി അടുത്ത ഷോകളിൽ ഇപ്പൊ ഈ സിറിയോന്റെ കൂടെ ഫ്രിക്കോ ഉണ്ടാവും നമ്മുടെ MD റോഡ്വേയുടെ കൂടെ. നല്ല മൂവറാണ്, നല്ലൊരു ഷോ ഡോഗാണ്, നല്ല ടൈപ്പാണ്. ഷാക്കിറയുടെ പോലെ തന്നെ പല തരം ഗുണങ്ങളും ഇവനും ഉണ്ട്. ഇത് വന്നിട്ട് കുറച്ചായിട്ടുള്ള ആള് കണ്ടീഷൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടീഷൻ കയറി ആള് സെറ്റായി കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ഷോയിലും ഉണ്ടാവും. ഇനി നമ്മൾ കുറച്ച് ഫീമെയിൽസ് നമുക്ക് പരിചയപ്പെടാം. ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ഇത് ഇവോണ എന്ന് പറഞ്ഞ ഫീമെയിലാണ്. ഇവോണ ഫ്രം സാൾ സിറ്റി. മെൻഡർ ടിംടോറിന്റെ ഇന്ത്യയിലുള്ള 2 ഡോഗുള്ളൂ. അതിൽ മെൻഡർ ടിംടോറിൽ ആദ്യം മെൻഡർ ടിംടോറിന്റെ കുട്ടി ഇന്ത്യയിലേക്ക് വന്ന ആളാണ് ഇവോണ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 RCC ഒരു CC അങ്ങനെ എന്തോ കയറിയത് ഇവൾക്ക് ഷോ ചെയ്തപ്പോൾ. തൃശ്ശൂരും 3 സ്ഥലത്ത് ഷോ ചെയ്തു ഇവളിപ്പോൾ. പിന്നെ ഇപ്പോൾ ഇവളുടെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇവളുടെ ഹൈറ്റ് ഡോഗിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മൂക്ക് മുതൽ വാല് വരെ ഓരോ പോയിന്റുകളാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ സ്പെഷ്യാലിറ്റിക്ക് പറ്റിയ ഒരാളല്ല ശരിക്ക്. പിഗ്മെന്റേഷൻ ഔട്ട് എന്ന് പറയും. പിഗ്മെന്റേഷനിൽ ചെറിയ മാറ്റങ്ങളുണ്ട് അവൾക്ക്. പക്ഷേ ലൈനേജ് വൈസ് അല്ല, അവളുടെ സ്ട്രെസ്സാണ്. ലിറ്റർ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ പോവാറുണ്ട്. ഇവളുടെ ഹൈറ്റ് ലെങ്ത് അതിൻ്റെ വാൽസ് ഇയർ സെറ്റിങ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡോഗാണ് ഇവോണ. പിന്നെ എപ്പോഴും ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ബൈറ്റിൻ്റെ പ്രശ്നങ്ങൾ. കൂടുതൽ ഡോഗുകൾക്ക് ബൈറ്റിൻ്റെ പ്രശ്നങ്ങളാണ് വരാറ്. ബൈറ്റൊക്കെ പക്ക സിസ്റ്റർ ബൈറ്റ് തന്നെയാണ് അവൾക്ക്. സിസ്റ്റർ ബൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. പെർഫെക്റ്റ് ആണ്. അതേപോലെ നമ്മുടെ അടുത്ത ആള് എന്ന് പറയുന്നത് ഷാറ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഷാറയ്ക്ക്. ഷാറ ബോമോസ് ഡൽസീനാണ്. ഡൽസീൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ കുറച്ച് ഫീമെയിൽസുകൾ ഇന്ത്യയിലുള്ളൂ. അതിലൊരു ഫീമെയിലാണ് ഷാറ എന്ന് പറയുന്നത്. ഇവളുടെ ഹൈറ്റ് ഷേപ്പ് എല്ലാം അത് ബോഡി ലാംഗ്വേജ് തന്നെ ഒരു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവളുടെ ബോഡി ലാംഗ്വേജിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഫീമെയിൽസാണ്. അവളുടെ ടോപ്പ് ലൈൻ, അണ്ടർലൈൻ, ഹൈറ്റ്, സൈസ്, ചെസ്റ്റ്, വിഡ്ത്ത് എല്ലാം. അതുപോലെ ആറ്റിറ്റ്യൂഡ്, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്ക് അടുത്തിരുന്ന് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ അവളെ അപ്പത്തി പ്രതിയാടി തന്നെ മറച്ചിടും ചിലപ്പോൾ. അത്രയും ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു ഫീമെയിലാണ് ഷാറ തോമസ് ഡൽസി. ഇനി നമ്മുടെ സെനിയ എന്ന് പറയുന്ന ഫീമെയിൽ ബൊസ്നിക് റോട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഫീമെയിലാണ്. സെനിയ ബൊസ്നിക് റോട്ട് എന്നാണ് ഫീമെയിലിൻ്റെ പേര്. ഇവള് ഒരുപാട് ലിറ്റർ എടുത്തിട്ടുള്ളൊരു ഫീമെയിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം നമ്മൾ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഇവളുടെ 2 കുട്ടികൾ നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇവളെ ഷോ ചെയ്യാൻ ഉള്ളൊരു ചിന്ത നമുക്ക് വന്നിട്ടില്ല. ഷോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് വൈസ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹെഡ് ടൈപ്പൊക്കെ ആള് ഭയങ്കര കൂളായിട്ടുള്ളൊരു ഫീമെയിലാണ്. അപ്പോൾ അവളെ ഒന്ന് വർക്ക് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം വേണം ഷോ ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ഇടാൻ. ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നല്ലതുപോലുള്ള ഫീമെയിൽ തന്നെയാണ്. പക്ഷെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഡോഗ് ഒന്ന് സെറ്റായി വരാനുണ്ട് നമ്മളായിട്ട്. അതെ അത് ആറ്റിറ്റ്യൂഡ് ഭയങ്കര രസമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് വൈസ് എന്ന് പറയുമ്പോൾ ചില ഡോഗുകളൊക്കെ ആറ്റിറ്റ്യൂഡിൽ കുറച്ചുകൊണ്ടിരിക്കുന്ന ബോൾ കാണുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരിയാ ഓക്കെ. അപ്പോൾ അത്രയും കൂളായിട്ടുള്ള അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഫീമെയിലാണ് സെനിയ എന്ന് പറയുന്നത്. ഇവള് വർക്കിംഗ് ലൈൻസ് ആണ്. ഒരുപാട് പാരൻസ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോഗ്സ് ആണ്. ഇവളുടെ മസ്കുലർ ആണ് ആള്. അപ്പോൾ അടുത്ത ഹീറ്റ് ആവാറായിട്ടുണ്ട്. അടുത്ത ഹീറ്റ് മീറ്റ് ചെയ്യണം ഇവളെ. ഇനിയിപ്പോൾ ഈ ഹീറ്റ് കഴിഞ്ഞാൽ അടുത്ത ഹീറ്റിൽ മീറ്റ് ചെയ്യാനുള്ളതാണ്. മുമ്പ് ഞാനിവിടെ വരുമ്പോഴേ ഇവിടെയൊക്കെ ഫുൾ ഇന്റർലോക്ക് വിരിച്ച് നല്ല എന്താ പറയാ നല്ല നിരപ്പാക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഇങ്ങനെ പൊളിച്ചിങ്ങനെ സെറ്റപ്പ് ആകാനുള്ള കാരണം? ഇത് ആക്ച്വലി പൊളിച്ചിട്ടുള്ളതല്ല. ഇത് നമുക്ക് നായനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. എല്ലാരും വന്നാൽ ചോദിക്കുന്നത് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലാതെ ഇതെന്താ വെച്ചാല് ഓരോ ഡോഗിനനുസരിച്ച് ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുക നമ്മള്. അപ്പൊ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നായ്ക്കൾക്ക് വെക്കാനുള്ള ഓരോ നായ്ക്കൾക്കുള്ള ഷേപ്പിനനുസരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇഷ്ടികള് ബാക്കിൽ കൊണ്ടിട്ടുണ്ട്. ബാക്കി ഇത്ര ഇഷ്ടിക പോരാ, ഇത് വിരിക്കാൻ എത്ര ഇഷ്ടിക പോരാ. എനിക്ക് കൂടുതൽ ഇഷ്ടമില്ല. പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആവശ്യത്തിനുള്ള സാധനം വെച്ചിരിക്കുകയാണ്. ഇവിടെ ഫുഡ് വെക്കും. രാവിലെ ആകുമ്പോൾ ഫുഡ് വെക്കും. നിറച്ച് എല്ലാ ഞാൻ കണ്ടതില് 2 വ്യത്യാസം. ഒന്ന് ഇത് ഈ ടൈലും ഇതൊക്കെ പൊളിച്ചത്. 2 തവണ ഒരു വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ഈ അറ്റം തുടങ്ങി അറ്റം വരെ കുറച്ച് മുന്നോട്ട് പോയ ബീച്ചാ. അപ്പൊ നല്ല കാറ്റായിരുന്നു. അപ്പൊ അതിൽ ആ ഫ്ലെക്സ് ഒരു 4-5 പീസ് പൊളിഞ്ഞു. ബാക്കിൽ ഞാൻ പൊളിച്ചു കളഞ്ഞാണ്. എല്ലാം പൊളിഞ്ഞു, ഫുള്ളായിട്ട് പൊളിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത്
ഇവിടെ നമ്മൾ മുകളിലേക്ക് ഷീറ്റ് പൊക്കുന്നുണ്ട്, സൈഡ് മറക്കുന്നുണ്ട്. അത് മറച്ചതിന് ശേഷം കാറ്റ് കൊള്ളാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വൃത്തിയിൽ വെക്കണം എന്ന് വിചാരിച്ചിട്ട്. അത് നല്ലൊരു ഹൈലൈറ്റ് ആയിരുന്നു. നമ്മൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായിരുന്നു എല്ലാ ഡോഗ്സിന്റെയും ഫോട്ടോ. അല്ല അത് ചെയ്യാം, എന്തായാലും ചെയ്യുന്നതാണ്. പക്ഷെ ആ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ കാറ്റടിച്ചാൽ വീണ്ടും പൊളിയും. അപ്പൊ നമ്മൾ വെറുതെ വെക്കുക, വെറുതെ പൊളിയ കാര്യമില്ലല്ലോ. ഇത് നമ്മൾ വെക്കുന്ന ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ആവുന്ന പോലെ ആവും. കാരണം അത് എന്നും ഇതുപോലെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പൊ അതുപോലെ ഇത് ഈ കേജുകളൊക്കെ ഇത് നമ്മൾ ഡോഗ്സ് വന്നിട്ടുള്ള ക്രേറ്റുകളാണ്. അവിടെ ഇരിക്കുന്നുണ്ട്, രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ഇവിടുന്ന് സെക്കൻഡ്സ് കൊണ്ടുപോകാറുണ്ട് ആൾക്കാർ. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു, 10-40 എണ്ണം ഉണ്ട്. നമ്മള് ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടുള്ളത് നമ്മുടെ കയ്യിലായ കാരണം ഒരുപാട് ക്രേറ്റും ബാക്കി വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 42 ഡോഗ് വന്നുള്ള ക്രേറ്റ് ആണത്. ഇതൊക്കെ ഇവിടുന്ന് സെയിലൊക്കെ ചെയ്യുന്നതൊക്കെ എത്ര രൂപയ്ക്ക് ഏകദേശം? അത് നോർമൽ ക്രേറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോ ഇന്ത്യൻ ക്രേറ്റ് ആണ്, ഫൈബർ മിക്സ് ആണ്. ഞാൻ പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ക്രേറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഇതിന് മുകളിൽ ഞാൻ 100 കിലോ എനിക്ക് ഇല്ല പൊടിയില്ല. സെന്ററിൽ കയറിയാൽ ഇത് ഞാൻ 100 കിലോ ഉള്ള കാരണം അറിയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ ഈ സാധനം പൊളിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യക്കാരുണ്ടാക്കിയതല്ല. അല്ല, അതിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തേർഡ് ക്വാളിറ്റി ആണ്. ഇന്ത്യക്കാരും കുറ്റം പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനല്ലേ. അല്ല, ഞാനതാ പറഞ്ഞത്. അതില് ഏറ്റവും ലോക്കൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ക്രേറ്റ്. ഇത് ഫ്രഷിന് എനിക്ക് തോന്നുന്നു 16 രൂപയ്ക്ക് തോന്നുന്നു. നമ്മളിവിടെ 10 രൂപയ്ക്ക് കൊടുത്തിരുന്നത്. സെക്കൻഡ് 10 രൂപയ്ക്ക്. ഇതൊക്കെ 10, 38 രൂപ, 40 രൂപ വിലയുള്ള ക്രേറ്റ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ശരിക്കും റോട്ടിന് വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ ബ്രീഡും പോകും? ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ, ബീഗിള് പറ്റില്ല, ചെറിയ ബ്രീഡുകൾ പറ്റില്ല, വലിയ ബ്രീഡുകൾ പറ്റും. കേജായിട്ട് യൂസ് ചെയ്യാലോ ചെറിയ ഡോഗ്സിനൊക്കെ. പിന്നെ ബീഗിളൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അതൊക്കെ വലിയ ക്രേറ്റ് ആണ്. അതൊക്കെ നല്ല പുതുപുത്തം പോലെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നതൊക്കെ. അത് രണ്ടും ഇമ്പോർട്ടഡ് ക്രേറ്റ് ആണ്, പുറമേ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു 18 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ക്രേറ്റ് ഒക്കെ. 18 ഏകദേശം ഒരു 3.5 അടി 4 അടിയുടെ അടുത്ത്. ഈ ചെറുതൊക്കെയോ? ഇല്ല, ഇത് കൊടുക്കില്ല. ഇത് നമ്മുടെ ഷാക്കിറ ഷോ ചെയ്തതാണ്, ആ ക്രേറ്റ് ആണിത്. ഇത് നമ്മൾ എന്തെങ്കിലും കൊടുക്കില്ല. നമ്മളിവിടെ റണ്ണിങ് പാഡ്, അതായത് ഡോഗിനെ ഷോ ഗ്രൗണ്ടിൽ എങ്ങനെയാണോ റൺ ചെയ്യിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോ എങ്ങനെയാണ് ഡോഗ് റൺ ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം. അതിൽ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൂവ്മെന്റ്, അവരുടെ റീച്ച് എങ്ങനെയാണ്, കൈയും കാലും എങ്ങനെയാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഫ്രണ്ട് ലീഷിലാണ് മൂവ് ചെയ്യണത്. ഡോഗുകൾ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല, എല്ലാ ഡോഗുകളും ഫ്രണ്ട് മൂവിങ് ആണ്. ഫ്രണ്ട് ലീഷിൽ മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് ഒരുപാട് ജഡ്ജസിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഫ്രണ്ടിൽ മൂവ് ചെയ്യുക എന്നുള്ളത്. നമ്മളിവിടെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കും. രാവിലെയും വൈകുന്നേരം ഓരോ സെക്ഷനായിട്ട് നമ്മൾ എല്ലാ ഡോഗിനും ഇവിടെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹാൻഡ്ലേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാക്കോന്റെ ഒക്കെ മൂവിങ് അസാധ്യമായിട്ടുള്ള മൂവിങ് ആണ്. അത് ഇതേക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിറിയോന്റെ മൂവിങ് എങ്ങനെയാണ്, പ്രാക്കോന്റെ മൂവിങ് എങ്ങനെ, ജിനോന്റെ മൂവിങ് എങ്ങനെയാണ്, അവരുടെ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഈ ഡോഗ്സിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനേഴ്സ് ആണോ, സ്റ്റാഫും ഉണ്ട്, ട്രെയിനിങ് സ്റ്റുഡന്റും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഹാൻഡ്ലറും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരിപ്പോ എല്ലാ ആൾക്കാരെയും നമ്മളിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവരെ കൊണ്ട് തന്നെ ഡോഗിനെ ഇറക്കിക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഷോ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ. അത് എനിക്ക് പറ്റിയിരുന്നില്ല, എനിക്ക് ആരും തന്നിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഇത്രയും ഡോഗുകളുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ തീർന്നു എന്നല്ല, ഒരു എന്താ പറയാ, ഒരു സിറ്റുവേഷൻ വന്നപ്പോ എനിക്ക് ആ എന്റെ മൈൻഡിന്റെ ചെറിയ പ്രശ്നങ്ങളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തിന് ശേഷം ഞാൻ ലാസ്റ്റ് അലീഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആഗ്രയില് സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. അതിന് ഞാൻ തന്നെയാണ് ജിനോനെ ഷോ ചെയ്തത്. അവിടെ 4th വെസ്റ്റേൺ ഷോ, സ്പെഷ്യാലിറ്റിയിൽ 4th വെസ്റ്റേൺ ഷോ ജിനോ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല ഡോഗുകളുടെ ഇടയിലാണ് അത് വന്നത്. അതിന്റെ മൂവ്മെന്റും അതിന്റെ പെർഫോമൻസിനനുസരിച്ച് 4th വെസ്റ്റേൺ ഷോ കിട്ടിയത്. ഇവരെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നു, അവിടെ റിങ്ങിൽ വരുമ്പോൾ ഹാൻഡ്ലർക്ക് കൊടുത്തിട്ട് ഹാൻഡ്ലറാണ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മുടെ ഷാക്കിറേനെ ആണെങ്കിലും ജിനോനെ ആണെങ്കിലും അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെ ചെയ്യണ്ട, അത് എനിക്ക് തന്നെ ചെയ്തുകൂടെ എന്നാണ് ഇപ്പൊ എന്റെ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണു,
അവിടെ ഇറക്കണോണ്ട് എന്താ പ്രശ്നം, ഇതേ സാധനം തന്നെ അവിടെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് മറുപടി ഇല്ലാതെയായി. അപ്പോൾ അവരുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഞാൻ തന്നെ ഇറക്കാനുള്ളൊരു പ്ലാൻ ചെയ്തത്. സ്പെഷ്യലായിട്ടുള്ള ഡോഗുകൾ വരികയാണെങ്കിൽ, അപ്പോൾ എന്നെക്കാൾ കൂടുതൽ കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ അതിൽ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ ഏൽപ്പിക്കാനുള്ളൊരു ചെറിയൊരു പ്ലാനും കൂടി എൻ്റെ മനസ്സിലുണ്ട്. അത് നടക്കുമെന്ന് അറിയില്ല, കാരണം നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് അതും മാറും. ഇത് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം ഈ ഡ്രസ്സ് മാറി വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇറക്കും, ഇവരും ഇറക്കും. ഞങ്ങളെല്ലാവരും ആരാണോ നല്ലത് വരുന്നത് അവരെ കൊണ്ട് ഞാൻ ഇറക്കിക്കും. ഇപ്പോൾ എനിക്ക് ഓൾറെഡി പുറത്തുനിന്ന് ഒരു 2 ഡോബർമാനും ഒരു റോട്ട് വീലറും ഇപ്പോൾ ഓൾറെഡി ട്രെയിനിങ്ങിന് വന്ന് കിടക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ട്രെയിനിങ് എല്ലാവർക്കും ഒരു സംശയമായിരുന്നു, MD റോഡ് പുറത്തുനിന്ന് ഒരു ഡോഗിനെ എടുത്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കുമോ, ഷോർട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുമോ, ഷോർട്ട് ചെയ്ത് കൊടുക്കുമോ. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി കൂടിയാണ്, നമ്മൾ എല്ലാ ഡോഗിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തൃത്തല്ലൂര് നമ്മളൊരു 14 ഏക്കർ ഫാം മുന്നേ അവിടെ നടത്തിയിരുന്ന ഒരു ഫാം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഡോഗുകളെയും എല്ലാം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഈ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതൊരു ട്രെയിനിങ് റീഹാബിലിറ്റേഷൻ സെന്ററാണ്. ഒരുപാട് എതിരില്ലാത്ത ആൾക്കാരില്ല എന്നാണ് എൻ്റെ അറിവ്. ഏതൊരു സ്ഥാപനവും വളരുമ്പോൾ എതിരുണ്ടാവും. എതിരെ ആൾക്കാരുണ്ടായാലേ വളരുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. MD റോഡ് വയ്ക്കും ഒരുപാട് എതിരെ നിൽക്കുന്നുണ്ട്. നമ്മളൊരു ഡോഗിനെ സെയിലിലിട്ടപ്പോൾ വന്ന ചോദ്യങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MD റോഡ് വേ നിർത്താൻ പോകണു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ദീപ് പറയും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വിഷമമാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്നും ഒരിക്കലും ബ്ലഡിലലിഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. അതിപ്പോൾ ഡോഗ് ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ, ഭാവിയിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാനും എൻ്റെ കയ്യിലും ദീപുവിൻ്റെ കയ്യിലും ഡോഗ് ഉണ്ടാവും. കാരണം ഞങ്ങളുടെ ലൈഫിൽ ഡോഗില്ലാതെ പറ്റില്ല. കാരണം ഒരു ജോലി വരെ ഗുരുവായൂർ ദിവസത്തിൽ ജോലി ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 11 വർഷത്തോളം ജോലി ചെയ്ത് ഞാൻ ജോലി കളഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്ക് നായയുടെ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഒരു 5 വർഷമായിട്ട് വേറെ ഒരു ജോലിക്കും ഞാൻ പോകുന്നില്ല. ഞാൻ ഈ ഡോഗിൻ്റെ വേണ്ടിയിട്ട് മാത്രം നടക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ഭൈരവ് എന്ന് പറഞ്ഞിട്ട്, ബാംഗ്ലൂരുള്ളതാണ്. ആ ഡോഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ വളരെ മോശം ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരു ബോള് നോക്കുക പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പേജിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യം. ആ ഡോഗിനെ ഇവിടെ കൊണ്ടുവന്നു. ഒരു 14 ദിവസം കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ഷോ ചെയ്ത് ആ ഡോഗ് ഒരു RCC കയറി. ആ നായുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ അതിൻ്റെ ഓണർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാം, അതിന്റെ പിന്നിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പം എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, ആ ഡോഗ് ചെന്നൈയിൽ വെച്ചിട്ട് മൈസൂർ വെച്ചിട്ടും ആ ഡോഗ് ചാമ്പ്യൻ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ട്രെയിൻ ചെയ്തതിൻ്റെ അണ്ടറിലാണ് അത് ടൈറ്റിലായത്. ഒരുപാട് ആറ്റിറ്റ്യൂഡ് മാറ്റങ്ങൾ വന്നിട്ടാണ് ആ ഡോഗിനെ ഷോ ചെയ്തത്. അതുകൂടാതെ ആ ഡോഗ് ഗ്രൂപ്പ് ഫസ്റ്റ് കയറി സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോ, അത് 3 റിങ്ങിലും സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോ വന്നു ആ ഡോഗിന്. അങ്ങനത്തെ പ്രൗഡ് ഒരുപാടും ഇത് ഉണ്ടായി തന്നിട്ടുണ്ട് ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. എല്ലാവർക്കും സംശയം എന്താ വെച്ചാൽ ഞാൻ ചെയ്താൽ ശരിയാവും, അങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ചെയ്താൽ ശരിയാവും എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാൻ അവസരങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഡോഗുകളിൽ തന്നെ ഞാനത് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇനിയും എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇനിയും ട്രെയിനിങ് ചെയ്യണം. എനിക്ക് ഒരുപാട് ഡോഗുകളെ ട്രെയിൻ ചെയ്ത് ഷോയ്ക്ക് ഇറക്കണം. കാരണം എനിക്കൊരു വലിയൊരു വിഷമത്തിലാണ് MD റോഡ് വേ നിൽക്കുന്നത്. ആ വിഷമം മാറണമെങ്കിൽ അത് പൈസയുടെ അല്ല, ഫിനാൻഷ്യൽ അല്ല, അല്ലാതെയുള്ള കുറച്ച് വിഷമം അത് ഞാൻ പറയുന്നുണ്ട്. ആ വിഷമം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അത് മാറണമെങ്കിൽ ഇതുപോലെ ട്രെയിനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങളുടെ രണ്ടാളുടെയും എൻ്റെയും ദീപകിൻ്റെയും മൈൻഡ് കുറെ കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവണം. ഹായ്, നമസ്കാരം. ഇപ്പോൾ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക്, അതായത് കൂടുതലും കസ്റ്റമേഴ്സിന് ഡൗട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഡോഗ് ഫുഡ്, അല്ലെങ്കിൽ ഡോഗിന് കൊടുക്കേണ്ട ഒരു മെനു, അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ഒരു സപ്ലിമെൻറ്റ്സ്, അതെല്ലാം ഒരു ഭൂരിഭാഗം ഒരു 90% കസ്റ്റമേഴ്സും അവരത് ഫോളോ ചെയ്യാറില്ല. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അല്ല, ഈ നായ ഫീൽഡിലുള്ള പകുതി ആൾക്കാരും, അതായത് ഒരു എക്സ്പീരിയൻസ് വീഡിയോസ് അല്ലാത്ത ആരായാലും ഡോഗ് ഫുഡ് എങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എന്ന് കൊടുക്കാം, അവർക്ക് എന്നും കൺഫ്യൂഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉള്ള കാരണം അവർക്ക് ഇപ്പോൾ ഒരാളോട് ഇതെങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ എന്താണോ കൊടുക്കണേ അത് നല്ലതാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റിൽ ഏത് പ്രൊഡക്റ്റാണ് നല്ലതെന്ന് അങ്ങനെ ഒരാൾക്ക് എടുത്ത് പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിൽ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കങ്ങനെ ആരെയും
എന്താ പറയുക ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ മനസ്സ് വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ആരും ഒരു സ്പെസിഫിക് ഫുഡ് കൊടുക്കൂ അല്ലെങ്കിൽ സ്പെസിഫിക് സപ്ലിമെൻറ്റ്സ് കൊടുക്കുമെന്ന് പറയാറില്ല. അപ്പോൾ ഡോഗ് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ഡോഗ്സിനും ഇപ്പോൾ ലാർജ് ബ്രീഡ്സ് സ്മോൾ ബ്രീഡ്സ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഓരോ ക്വാണ്ടിറ്റി ആയാലും അതിന് കൊടുക്കുന്ന ടൈമിംഗ് ആയാലും എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്മോൾ ബ്രീഡ് എടുക്കുമ്പോൾ അതിനിപ്പോൾ ഒരു 100 ഗ്രാമാണ് ഒരു നേരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലാർജ് ബ്രീഡ്സിൽ വരുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കണം. അപ്പോൾ പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഫുഡുകൾ പൈസ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. അതായത് തുടക്കത്തിൽ അവർ പൈസ കൊടുത്ത് NND വാങ്ങും, അല്ലെങ്കിൽ റോയൽ കനിൻ വാങ്ങും, അല്ലെങ്കിൽ വിന്നർ പ്ലസ് വാങ്ങും, അങ്ങനെ പല ഫുഡ് വാങ്ങും. അത് കഴിഞ്ഞ് പൈസ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നിയിട്ട് എന്തിനാ അത്ര പൈസ ചിലവാക്കണമെന്ന് വെച്ചിട്ട് നേരെ പോയി 2000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 3000 രൂപയുടെ ഫുഡിലേക്ക് മാറും. അപ്പോൾ പെട്ടെന്ന് ഫുഡ് മാറുമ്പോൾ അതായത് നമ്മുടെ ഒരു ഡോഗ് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിൽ ഇൻഡസ്റ്റൈനിൽ അതായത് നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് അവർക്കും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് മാറ്റുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ഡൈജഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് ഈ ഛർദി വരുന്നതും അല്ലെങ്കിൽ ലൂസ് മോഷൻ വരുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതും. അപ്പോൾ നമ്മൾ കുറേ പ്രയത്നിച്ച് അല്ലെങ്കിൽ പരിശ്രമിച്ച് കുറേ ഫുഡുകളുടെ കൂടെ തന്നെ നമ്മളും ഒരു പ്രൊഡക്റ്റ് നമ്മുടേതായ നമ്മൾ ഫ്രോസൺ ചിക്കൻ വാങ്ങിയിട്ട് നമ്മൾ തന്നെ ചിക്കൻ കീമ അടിച്ച് ഞങ്ങളുടേതായ ഒരു ചെറിയ ഒരു പൊടിക്കൈ ഇട്ടിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ബ്രീഡേഴ്സ് എടുക്കുന്നുണ്ട്, അവരെല്ലാം ഹാപ്പിയാണ്. അതായത് ക്വാണ്ടിറ്റി കൂട്ടുന്നതനുസരിച്ച് നമുക്ക് തടിയും കൂട്ടാം, ക്വാണ്ടിറ്റി കുറയുന്നതനുസരിച്ച് നമുക്ക് തടി കുറയ്ക്കാം, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ ഒരു 3-4 പ്രൊഡക്റ്റായിട്ട് നമ്മളത് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഡോഗ് ഫുഡ് കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കാം, നമ്മളൊരിക്കലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കണ്ട എന്നൊന്നും പറയില്ല. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ഫുഡ് നമ്മളും കൊണ്ടുപോയവരും സാറ്റിസ്ഫൈഡ് ആണ്. അതിപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അതെടുക്കണം, അത് തന്നെ കൊടുക്കണം ഒന്നല്ല. അതുപോലെ സപ്ലിമെൻറ്റ്സിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ കാൽഷ്യം, അതുപോലെ മൾട്ടി വൈറ്റമിൻ, അതുപോലെ കോട്ടിന്, അതുപോലെ ജോയിൻറ്റ് സപ്ലിമെൻറ്റ്സ്, അത് ഓരോ പെഡിഗ്രിയും ഇപ്പോൾ പണ്ടത്തെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, റോട്ട്വെയിലേഴ്സ് ആർ ലൂസിങ് ദെയർ ജോയിൻറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട്. അതായത് ഓരോ കൊല്ലം ചെല്ലും തോറും അതിൻ്റെ പാസ്റ്റേണും അതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സപ്പോർട്ട് നമ്മൾ ഒരു നല്ലൊരു പൈസ കൊടുത്തൊരു ഡോഗിനെ വാങ്ങുമ്പോൾ അതിനെ നല്ല രീതിയിൽ നോക്കാനുള്ളൊരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവണം. അപ്പോൾ കാൽഷ്യം ആയാലും വൈറ്റമിൻ ആയാലും അതെല്ലാം അവർക്ക് കൊടുക്കേണ്ട ഇൻ്റർവെൽസ് ഉണ്ട്. കാൽഷ്യം എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവെൽ ഇടണം, അല്ലെങ്കിൽ അതൊരു ഫുഡിൻ്റെ ഭാഗമായി മാറും. ഞങ്ങൾ ആദ്യം എല്ലാ ദിവസവും കൊടുത്തിരുന്നതാണ്. പിന്നെ നല്ലൊരു സജഷൻ കിട്ടിയതിന് ശേഷം നമ്മളൊരു ഇൻ്റർവെൽ ഇട്ട് അതൊരു നമുക്ക് പറഞ്ഞത് അതൊരു ഗ്രാഫ് പോലെയാണ്, കയറുക ഇറങ്ങുക. അപ്പോൾ നമ്മളൊരു മാസം കൊടുത്താൽ ഒരു മാസം കൊടുക്കണ്ട, ഒരു മാസം കൊടുത്താൽ അതൊരു സർട്ടൻ ഏജ് കഴിഞ്ഞു, 6 months കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 months കഴിഞ്ഞാൽ അതുവരെ ഡെയിലി കൊടുക്കേണ്ട ഒരു സാധനമാണ് കാൽഷ്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹീറ്റാവുന്നൊരു ഫീമെയിലിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ബ്ലഡ് വരുമ്പോൾ ചിലർ ചോദിക്കും ചേട്ടാ ബ്ലഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് കാണില്ല. അപ്പോൾ നമുക്ക് EV1 സ്റ്റാർട്ട് ചെയ്യാം, വൈറ്റമിൻ ഇ. അപ്പോൾ EV1 ആ ബ്ലഡ് വന്ന് മെയ്റ്റ് ചെയ്യുന്ന വരെ നമുക്ക് EV1 കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോളിക് ആസിഡിലേക്ക് മാറും. പിന്നെ മൾട്ടി വൈറ്റമിൻ നല്ല ബ്രാൻഡ്സ്, കുറേ നല്ല ബ്രാൻഡ്സ് ഉണ്ട്, അതൊക്കെ കൊടുക്കാം. ഒരുപാട് കമ്പനീസ്, സ്പെസിഫിക് ആയിട്ട് കമ്പനീസ് പറയുന്നില്ല, അതെല്ലാം നമുക്ക് മൾട്ടി വൈറ്റമിൻ്റെ കൂടെ. അതുപോലെ ജോയിൻറ്റ് സപ്പോർട്ട്സ് ഓരോ പെഡിഗ്രി അനുസരിച്ചും. ഇപ്പോൾ ടിമിറ്റോർ ഹെവി ഡോഗ്സ് ആണ്, അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ബെഡിലുള്ളതാണ്. അപ്പോൾ അവർക്കൊരു സ്പെസിഫിക് മെനു ഉണ്ട്. ഇപ്പോൾ ഫോസ്ഫറസ് കണ്ടന്റ് കൂടുന്ന ഫുഡ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല, ബീഫ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫോസ്ഫറസ് ഇടയ്ക്ക് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ബ്ലഡ് എടുക്കണം, അതിൽ ഫോസ്ഫറസ് കൂടുണ്ടോ എന്ന് നോക്കണം, കാൽഷ്യം ഫോസ്ഫറസ് റേഷ്യോ ഓക്കെ ആണോ എന്ന് നോക്കണം. ഇതൊക്കെ ഈ കുറച്ച് കാലഘട്ടത്തിൽ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്ന് മാത്രം. അത് ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർ കാണുക, നമ്മൾ എല്ലാം അറിയണമെന്നല്ല പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ. അതുപോലെ മെയ്റ്റ് ചെയ്യണ സമയത്ത് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിവേമിങ് ചെയ്യുക, ഒരു 45 days കഴിഞ്ഞൊരു 3 days പെനാക്യൂർ കൊടുക്കുക ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്യാസിൻ്റെ മരുന്നായിരിക്കാലും അതിന് ഒരു എന്താ പറയുക നമ്മൾ സർജിക്കൽ സീസർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതുപോലെ നിയോസ്പോറിൻ അല്ലെങ്കിൽ ബെറ്റാഡിൻസ് പൗഡർ. അപ്പോൾ അതൊക്കെ ഒരു ബ്രീഡിങ് ടൈം ആകുമ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് എടുത്തു വയ്ക്കണം. ഇപ്പോൾ ചിലർ ബ്രീഡിങ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത് അത് ജസ്റ്റ് എല്ലാത്തിനും ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ യൂട്യൂബിലുണ്ട്. നമുക്ക് ഒന്നറിയാത്തവർക്കുള്ളതാണ് യൂട്യൂബ്, ഗൂഗിളൊക്കെ. നമുക്കത് നോക്കി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു എഫിഷ്യൻറ്റ് ബ്രീഡിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് ബ്രീഡർ ആവാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാത്തവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അല്ലാത്ത എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 24/7 എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് അവർ സാറ്റിസ്ഫൈഡ് ആൾക്കാർക്ക് വീഡിയോയിൽ കമൻറ്റ് ഇടാം, ഇല്ലാത്തവർക്ക് വിമർശിക്കേണ്ടവർക്ക് അത് പറയാം, ഇപ്പോൾ നമ്മൾ തെറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഏതൊരു ഡോഗായാലും അത് അതിൻ്റെ രീതിയിൽ അതിനെ നോക്കുക, അതിനെ പൊന്നുപോലെ നോക്കുക. നമ്മളെന്താണോ ഉള്ള ടൈമിൽ, ഇപ്പോൾ പല എക്സ്പീരിയൻസുകളുണ്ട്, അപ്പോൾ ഉള്ള ടൈമിൽ നമ്മൾ അതിനെ നല്ലൊരു ഇൻ്റർവെല്ലിൽ അതിനെ പൊന്നുപോലെ നോക്കിയിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ. നോക്കാൻ പറ്റാണ്ടാവുമ്പോൾ പിന്നെ അതിനെ അങ്ങനെ പറ്റുന്ന രീതിയിൽ നോക്കരുത്. അതിനെ പൊന്നുപോലെ നോക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ഒരു ഡോഗിനെ വാങ്ങാൻ വളർത്തുക. ബാക്കി എന്ത് ഡൗട്ടിനും വീഡിയോയിൽ കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
അത് പിന്നെ പല റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, അതെനിക്കൊന്നും പറയാനുണ്ട്. ഇതിൽ എൻഡ്യൂറോട്ടോയി നിർത്തണു, എൻഡ്യൂറോട്ടോയി പൂട്ടണു, അതൊന്നും ചിന്തിക്കുകയേ വേണ്ട. നമ്മളൊരു ബിസിനസ്, ഒരു പാഷനിൽ പുറത്താണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കുറേ പൈസ എടുത്തിട്ടൊന്നും നമ്മളെങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ നമുക്കും ഒരു സർട്ടൻ ഇൻ്റർവെൽ ആകുമ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. നമുക്കപ്പോൾ ആ ഡോഗിനെ ചില ഡോഗ്സ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള തന്നെയാണ്, പക്ഷെ നല്ലൊരു സ്ഥലത്ത് നമുക്ക് കൊടുക്കേണ്ടേക്ക് വരും. അപ്പോൾ നമ്മൾ ആ പോസ്റ്റ് ഇടുമ്പോൾ എന്താണ് കൊടുക്കണേ, എന്താണ് നിർത്തണേ, അപ്പോൾ അത് നിർത്തണമൊന്നുമില്ല. നമുക്കും ഒന്ന് അപ്ഡേറ്റ് ആവാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാടുണ്ട്, ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ട്, ഒരുപാട് ഇതുണ്ട്. അപ്പോൾ നമുക്ക് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്കൊരു 15,000 രൂപയുടെ ജോലി, വീട് നടന്നു പോകുന്നില്ല, അല്ലെങ്കിൽ സ്ഥാപനം നടന്നില്ല, നമ്മളെന്താ അടുത്തൊരു 20,000 രൂപയുടെ ജോലിക്ക് പോകും, അല്ലെങ്കിൽ 30,000 രൂപയുടെ ജോലിക്ക് പോകും. അതേപോലെ തന്നെ നമുക്ക് നടത്തി പോകാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഡോഗ്സിനെ ഒഴിവാക്കണമെന്നല്ല, നല്ലൊരു സ്ഥലത്ത് കിട്ടിയാൽ നമ്മൾ ചില ഡോഗ്സിന് ഇപ്പോൾ നമ്മുടെ കെന്നലിലെ എണ്ണം ഒന്ന് കുറഞ്ഞ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, പുതിയ ഡോഗ്സിനെ കൊണ്ടുവരാം. അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MD റോഡ്വേയുടെ ഈ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ ട്രോഫിയും മെഡലുകളും മാത്രമേ ഉള്ളൂ. സൈഡ് ഫുള്ള് അടിപൊളി. നമ്മൾ മുമ്പൊക്കെ ഇതൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ മുൻപ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഏകദേശം ഒരു 25-26 വർഷമായി നായയുടെ പിന്നാലെ നടക്കുന്നു. അത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ ബാഡ്ജുകള് എന്ന് പറയുന്നത് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് കിട്ടുന്ന ബാഡ്ജാണ്. അതായത് ഒരു ഷോ റിങ്ങിന്റെ ഉള്ളില് ഏറ്റവും വാല്യൂ കുറഞ്ഞ പ്രൈസ്, ഷോ റിങ്ങില് വാല്യൂ കുറഞ്ഞ പ്രൈസ്. നമുക്ക് വാല്യൂ ഉണ്ട്, ഞാൻ പറയുന്നത് ഷോ റിങ്ങില് ഏറ്റവും വാല്യൂ കുറഞ്ഞാണ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് എന്നുള്ള സാധനമുണ്ട്. ആ സാധനങ്ങളാണ് ഇത്. ഇതില് തുടങ്ങിയാലേ എനിക്ക് ഷാക്കിരയിലേക്ക് പറയാൻ പറ്റുള്ളൂ, ഷാക്കിര എന്തായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് ഇതുപോലും കിട്ടാതെ, ഇങ്ങനെ ഒരു ബാഡ്ജ് കിട്ടാതെ നിലത്ത് വീണത് എടുത്തു കൊണ്ടുവന്നുണ്ട് ഞാൻ. നമ്മുടെ എന്താ പറയാ, അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്, ഒരു ബാഡ്ജ് എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ ആയി കിട്ടിയതെന്ന് പറഞ്ഞിട്ട്. കാരണം അത് കിട്ടിയിരുന്നില്ല, അത് കിട്ടാനുള്ള ഐഡിയകൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇതുപോലും കിട്ടാതെ നടന്ന സമയത്ത് നിലത്ത് വീണതും അവിടെ ഇവിടെ ഇരിക്കുന്നത് വരെ എടുത്തിട്ട് പോക്കറ്റിലിട്ട് കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇന്ന് ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിന്നിങ് കിട്ടിയ റോട്ട്വീലർ എന്റെ കയ്യിലായിരുന്നു, ഷാക്കിര. അവള് എനിക്ക് എന്റെ കയ്യിൽ ആദ്യം മേടിച്ചിരുന്ന ട്രോഫി എന്ന് പറയുന്നത് തിരുവനന്തപുരം കന്നൽ ക്ലബിന്റെ ബെസ്റ്റ് ഇൻ ഷോ. ഇതിലാണ് ഷാക്കിരയുടെ തുടക്കം ഉണ്ടായത്. അങ്ങനെ ഈ ഒരു സംഭവം ഷാക്കിരയുടെ ഈ തുടക്കം മുതൽ തിരുവനന്തപുരം മുതൽ പഞ്ചാബ് പഞ്ചുകുള വരെ ഞാനും ഷാക്കിരയും യാത്ര ചെയ്തു. ഓൾ ഇന്ത്യ യാത്ര ചെയ്തു. വളരെ കുറച്ച് മാസമാണ് ഷാക്കിര ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 5-6 മാസം ഞങ്ങൾ ഒരുമിച്ച് ഷോ ചെയ്യാനുണ്ടായിട്ടുള്ളത്. അവൾ വന്നിട്ടൊരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോ ചെയ്യാൻ തുടങ്ങിയത്. ഇത് പഞ്ചുകുളയിലെ ബെസ്റ്റ് ഇൻ ഷോ ആണ്. അതായത് ഒരേ റിങ്ങിലെ ബെസ്റ്റ് ഇൻ ഷോ. ഇത് സ്പെഷ്യാലിറ്റിയുടെ നാഷണൽ റോട്ട്വീലർ സ്പെഷ്യാലിറ്റിയുടെ ബെസ്റ്റ് ഇൻ ഷോ. ഇത് ഓൾ ബ്രീഡ് ബെസ്റ്റ് ഇൻ ഷോ. അതേ കന്നൽ ക്ലബിന്റെ ഓൾ ബ്രീഡ് ബെസ്റ്റ് ഇൻ ഷോ. ഇത് അതേ ക്ലബിന്റെ തന്നെ വേറൊരു റിങ്ങില് തേർഡ് ബെസ്റ്റ് ഇൻ ഷോ. അതേപോലെ ഇത് ബെൽഗാമിലെ, ഇത് ചെന്നൈയിലെ സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോ, ഓൾ സ്പെഷ്യാലിറ്റി സെക്കൻഡ് ബെസ്റ്റ് ഇൻ ഷോ. ഇത് ബെൽഗാമിലെ ഇത് ജിനോന് കിട്ടിയതാണ് തേർഡ് ബെസ്റ്റ് ഇൻ ഷോ. ഇത് റോട്ട്വീലർ ബെസ്റ്റ് ഇൻ ഷോ. ഇത് ഷാക്കിരക്ക് കിട്ടിയതാണ്, അവിടെ തന്നെ കിട്ടിയതാണ്. അതേപോലെ ഇത് ജിനോന് കിട്ടിയ, ഇത് ഈ വർഷം കിട്ടിയതല്ലേ. ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് മേടിച്ച, ഞാൻ പണിയെടുത്ത് ഞാൻ എന്റെ കൈ കൊണ്ട് മേടിച്ച ആദ്യത്തെ ട്രോഫി, ഏറ്റവും വലിയ ട്രോഫി. അതാണ് ഏറ്റവും വലിയ ട്രോഫി. അത് ഏകദേശം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഏകദേശം ഒരു 5-11-5-12 വലുതാണ് ഇവിടുത്തെ. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് കിട്ടിയാണ് ട്രോഫി. ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഷോ ചെയ്തത്. അതിനുശേഷം ഷോ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ ഇത് തൃശ്ശൂര് ബെസ്റ്റ് ഇൻ ഷോ, ജിനോന്റെ ബെസ്റ്റ് ഇൻ ഷോ. ഇതൊക്കെ വെള്ളി കളറാണ്. ഇതൊക്കെ വെള്ളി കളറാണ്. ഇത് തിരുവനന്തപുരം കന്നൽ ക്ലബിന്റെ കൊച്ചി ഇവിടെ വെച്ചിട്ട് തേർഡ് ബെസ്റ്റ് ഇൻ ഷോ ഷാക്കിരക്ക് കിട്ടിയതാണ്. ഇത് 4th ബെസ്റ്റ് ഇൻ ഷോ ക്രൗൺ സിറ്റി. ഇത് ബാംഗ്ലൂർ ഷോയില് ഷാക്കിരക്ക് കിട്ടിയതാണ്. അതേപോലെ ഇത് ബാംഗ്ലൂർ ബെസ്റ്റ് ഇൻ ഷോ ഷാക്കിരക്ക് കിട്ടിയതാണ്. ഇത് കോഴിക്കോട് തേർഡ് ബെസ്റ്റ് ഇൻ ഷോ. ഷാക്കിരക്ക് 2 റിംഗില് തേർഡ് ബെസ്റ്റ് ഇൻ ഷോ, 1 റിംഗില് ബെസ്റ്റ് ഇൻ ഷോ ആയിരുന്നു. ഇത് തേർഡ് ബെസ്റ്റ് ഇൻ ഷോ ജിനോന് കിട്ടിയതാണ്. ഒരേ റിംഗില് ഷാക്കിരക്ക് ബെസ്റ്റ് ഇൻ ഷോ, ഓൾ ബ്രീഡ് ബെസ്റ്റ് ഇൻ ഷോ, ജിനോന് തേർഡ് ബെസ്റ്റ് ഇൻ ഷോ ഓൾ ബ്രീഡില്. അത് അങ്ങനെ കിട്ടിയതാണ്. ഇത് കുറെ ഉണ്ട്. ഇത് നമ്മൾ പറയാൻ തീരില്ലെന്ന്. അടിയിലും മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫുൾ വട്ടത്തില്. ഇത് പറഞ്ഞാൽ തീരല്ല. നമ്മുടെ
എന്താ പറയാ നമ്മുടെ സന്തോഷമാണത്. അവള് പോയി. അത് അല്ല, നമ്മുടെ വീഡിയോ കണ്ടുപിടിക്കുന്ന കുറെ പേർക്ക് ഇപ്പൊ അത് അറിയാനൊരിതുണ്ട്, എങ്ങനെ എന്താണ് നമ്മുടെ അവൾക്ക് പറ്റിയതെന്നൊന്ന് പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലല്ല, അത് പല തെറ്റിദ്ധാരണകളുണ്ട്. കാരണം നമ്മുടേതായിട്ടുള്ളൊരു തെറ്റുകൊണ്ടാണെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ ഇത്രയും കാലം ഓടിച്ച് അതുകൊണ്ട് പറ്റിയതാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ അറിയാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഷാക്കിറയാണ് ഏറ്റവും കൂടുതൽ വിന്നിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇത്രയും കാലം ഓടിച്ചിട്ടാണെന്നുള്ളത്. ഷാക്കിർ ആകെ 3 മാസം 4 മാസമാണ് ഷോ ചെയ്തിട്ടുള്ളത്. ഈ 4 മാസം ഷോ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 16 ഷോ 20 ഷോയുടെ ഉള്ളിലേ ചെയ്തിട്ടുള്ളൂ. 20 സ്ഥലത്താണ് മാക്സിമം അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ഷാക്കിർ ഫേമസ് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഷാക്കിറ ബെസ്റ്റ് ഇൻ ഷോ ആണ്. ലൈനപ്പിൽ വരാതെ ഞങ്ങൾ റിംഗിൽ നിന്ന് പുറത്തേക്ക് പോകുന്നിട്ടില്ല. ലൈനപ്പ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. ഞാൻ കാണുന്നത് ഷാക്കിറ വന്നതിന് ശേഷം. കാരണം കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് പൊക്കോളം പറഞ്ഞിട്ട് നായനെയും കൊണ്ട് പോയിരുന്ന ആളാണ് ഞാൻ. 25 വർഷം കഷ്ടപ്പെട്ടതിന് എനിക്ക് ദൈവം എന്താ പറയാ അനുഗ്രഹിച്ച് തന്ന തന്നെയാണ് ഷാക്കിറനെ. ഞാനത് എടുക്കുമ്പോ തന്നെ ഞാൻ ദൈവനോട് പറയുന്നത് ഇതുപോലൊരു ഡോഗ് ജീവിതത്തിൽ ഇനി ഇന്ത്യയിലേക്ക് വരില്ല ദൈവം. പക്ഷെ ആ ഒരു അനുഗ്രഹം കുറച്ച് കാലേ എന്റെ കൂടെ ഉണ്ടായുള്ളൂ. എന്താ പറയാ, എന്റെ ഒരു മോള് മരിച്ച പോലെയാണ് ഷാക്കിറ. അത് അതിനെ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വിഷമമുള്ള ഒരു കാര്യമാണ് ഷാക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരു ഓണറും ജിനോന് സ്വന്തം ഡോഗിന് ബെസ്റ്റ് ഇൻ ഷോ കിട്ടുമ്പോ കരഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു ട്രോഫി ജിനോ മേടിച്ചപ്പോ അന്ന് ഷാക്കിറ BOB പോലും കയറാതെ RBOB ആയിട്ട് ഷാക്കിറ പുറത്തു പോയി. ജിനോ ആണ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കയറിയിട്ട് ഗ്രൂപ്പ് ഫസ്റ്റ് കയറി ബെസ്റ്റ് ഇൻ ഷോ വന്നത്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായ ഒരു ദിവസമായിരുന്നു. കാരണം എന്റെ ഷാക്കിറയ്ക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ സെക്കൻഡ് ഡേ ഷാക്കിറ ബെസ്റ്റ് ഇൻ ഷോ അടിച്ചു. ഓരോ ജഡ്ജസിന്റെ ചോയ്സ് ആണ്. അതെ, പക്ഷെ ഷാക്കിറാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബ്രീഡിനും സ്പെഷ്യാലിറ്റിക്കും എല്ലാത്തിനും പറ്റുന്ന ഒരു ഡോഗ്, എല്ലാത്തിനും ബെസ്റ്റ് ഇൻ ഷോ അടിക്കാൻ പറ്റുന്ന ഒരു ഡോഗായിരുന്നു ഷാക്കിറ. അവളുടെ ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. ഫോൾട്ടുകൾ ഇല്ലാത്ത ഡോഗ് ലോകത്ത് ഉണ്ടാവില്ല. പക്ഷെ അവളുടെ ആ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് എന്താ പറയാ, ഇപ്പോഴും എനിക്ക് രോമാഞ്ചം വരും. കാരണം എന്താ വെച്ചാല് ബാംഗ്ലൂർ ഒരു ഷോ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ബാംഗ്ലൂർ ഷോ. ഈ ബാംഗ്ലൂർ ഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ലാസ്റ്റ് ഒരു ക്രൗണിന്റെ മത്സരം ഉണ്ടായിരുന്നു. വെള്ളിക്കിരീടം 50 പവന്റെ വെള്ളിക്കിരീടം ആയിരുന്നു അതിൽ സമ്മാനമായിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് നമുക്കൊരു വാല്യൂ, അതായത് കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഷോയ്ക്ക് പോയ ഒരുപാട് പൈസ കിട്ടുന്നു. പൈസ നമുക്ക് ചെലവാണ്. ഞങ്ങൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ മുകളിൽ ലോൺ എടുത്തിട്ട് ഷോ ചെയ്ത ആൾക്കാരാണ് ഷാക്കിറേനെയും ജിനോനെയും. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആ ക്രൗണിന് വേണ്ടിയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ ഷോ കിട്ടിയ 4 ഡോഗുകൾ തമ്മിലായിരുന്നു മത്സരം. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര്, ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം, 1000-ഓളം ആൾക്കാര് ക്രൗഡ് ഉണ്ടായിരുന്നു അവിടെ ഈ ഷോ കാണാൻ വേണ്ടിയിട്ട്. ആദ്യമുള്ളൊരു ഡോഗ് ഓടി ഒരു 50 പേര് കൈയടിച്ചിട്ടുണ്ടാവും. അതായത് രണ്ടാമത്തെ ഡോഗ് ഓടി ഒരു 100 പേര് കൈയടിച്ചു. പിന്നെ ഒരു ഷാക്കിറാണ്. ഈ 1000 പേര് കൈയടിച്ച് കൂക്ക് വിളിച്ചൊരു സമയമാണത്. എന്താ പറയാ, നമുക്കിങ്ങനെ ഇരുന്നോടത്തിരുന്ന് ഐസായിട്ട് പോയി. കാരണം നമ്മുടെ ഒരു ഡോഗിന് ഇത്രയും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷം. ഇനി ഒരിക്കലും ആ ഒരു ടൈപ്പിലുള്ള ഡോഗ് കിട്ടില്ല. അത് ക്വാളിറ്റി ബേസും അവളുടെ ക്യാരക്ടർ ബേസും ഭയങ്കര നമുക്ക് പറയാൻ പറ്റാത്തോടത്തോളം പ്രശ്നങ്ങളുള്ള ആളാണ്. കാരണം ഞാനൊരു ഷോയ്ക്ക് പോകുമ്പോ സാധാരണ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ക്രേറ്റിലിട്ട് വയ്ക്കും. ഞാൻ എന്റെ കൂടെ ഞാൻ കിടക്കുന്ന റൂമിൽ ഫ്രീ ആക്കി ഇട്ടിട്ട്, എവിടെ ഞാൻ കിടക്കുന്ന വെച്ചാൽ അവിടെ ഫ്രീ ആക്കി ഇട്ടിട്ട് എന്റെ കൂടെ അത്രയും കൊണ്ടുകിടന്നതാണ്. ട്രീറ്റ്മെന്റ് ചെയ്തു. ഇതൊരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആയിരുന്നു. ബോഡിയിൽ വെള്ളം ഉണ്ടാവുക, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ അത് അങ്ങനെ ഉണ്ടായിട്ടാണ് അവള് മരിച്ചത്. അതിന് ഇന്ത്യയിൽ ട്രീറ്റ്മെന്റ് ഇല്ല. നമ്മള് ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുറെ കാര്യങ്ങൾ ചെയ്തു. ഓക്കെ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി, മീൻസ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഉണ്ടോ എങ്ങനെയാണ്, എന്താണ് അവൾക്ക് പറ്റിയെന്ന് അറിയാനുള്ള കുറെ ഇത്. എനിക്കും പലരും പേഴ്സണൽ മെസ്സേജ് ചോദിക്കാറുണ്ട് എന്താണ് ഒരു അപ്ഡേറ്റ് ഇല്ലാത്ത. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു. അപ്ഡേറ്റ് ചെയ്യാതിരുന്നെന്ന് പറഞ്ഞാല് ഷോ ചെയ്യണം. നമ്മുടെ എന്താ പറയാ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, തനിച്ചേട്ടന് അറിയാം, കുറെ ആൾക്കാർക്ക് അറിയാം, കുറെ പേർക്ക് അറിയാമെങ്കിൽ അറിയില്ല എന്ന് പറയും. നമ്മളിത് എന്താ പറയാ ജീവനായിട്ട് കാണുന്ന സാധനം. മനസ്സിലായി. അതുപോട്ടെ, ആ സബ്ജക്ട് നമ്മള് ഇത് അവൾക്ക് ഷാക്കിറയ്ക്ക് കൊടുത്താണ് കേട്ടോ. റൂൾസ് എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനി കൊടുത്താണ് അവൾക്ക്. തൃശ്ശൂർ ഷോയില് കൊടുത്തതാണ്. അതായത് ഒരു ഡോഗ് ഓഫ് ദി ഇയർ അവളുടെ പോയിന്റ് അവള്
റോട്ട് വീലർ ഓഫ് ദി ഇയർ അല്ല, ഡോഗ് ഓഫ് ദി ഇയർ ആവേണ്ട പോയിന്റ് അവള് ചുരുങ്ങിയ കാലം കൊണ്ട് എടുത്തു. ഈ പറഞ്ഞ 4 മാസം കൊണ്ട് അവള് അത്രയും പോയിന്റ് അടിച്ചു കയറ്റി. എല്ലാ ഷോയിലും ബെസ്റ്റ് ഇൻ ഷോ, ഓൾ ബ്രീഡ് സ്പെഷ്യാലിറ്റി ബെസ്റ്റ് ഇൻ ഷോ. അപ്പൊ അവർക്ക് അതറിഞ്ഞപ്പോ അവര് തന്നതാണ്. എല്ലാ കമ്പനികളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് മുന്നേ അവള് നമ്മളെ വിട്ട് പോയി. ഓക്കെ. അപ്പൊ പിന്നെ വേറെ ഇവിടുത്തെ ഇനി വേറെ ഈ ഇത്രയും ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ മുമ്പൊന്നും വരുമ്പോ ഇങ്ങനത്തെ ഒരു ഓഫീസ് അല്ലായിരുന്നു ഇവിടെ. ഇത് ഓപ്പൺ ഏരിയ ആയിരുന്നു. ഇവിടെ ആയിരുന്നു MD റോഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓഫീസ് പണിയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ബാഡ്ജ് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ കാണിച്ചു കൊടുക്കാൻ ആൾക്കാർക്ക്. ഓക്കെ. അപ്പൊ ഇതില് പ്രധാനമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം തൃശ്ശൂരിലൊരു സിജിൻ, അതേപോലെ ഞാൻ പറഞ്ഞു ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരു അമോദേട്ടൻ, അതേപോലെ NND കമ്പനിയുടെ റാസി അബ്ബാസ് എന്ന് പറഞ്ഞ ആള്. ഇവര് 3 ആളും നമുക്ക് തന്ന പ്രചോദനാണ് നമ്മൾ ഷോ ചെയ്തത്. ഇത്രയും നല്ലൊരു ഡോഗ് ഉണ്ടായിട്ട് എന്താടാ എന്ന് പറഞ്ഞിട്ട് നീ ചെയ്യാതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാസിബായി, സിജിൻ. രമോഹറിനൊക്കെ എപ്പോഴും ചീത്ത പറയുന്ന ഒരാളാണ്, നീ അത് വിചാരിച്ചിരിക്കല്ലേ, നീ അടുത്ത ഡോഗിനെ സെറ്റ് ചെയ്യ്, നീ ടെൻഷൻ അടിക്കല്ലേ, നീ ഇങ്ങനെ ആവല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് രമോഹൻ. രമോഹന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ എന്താ പറയാ ഒന്നും മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് ഞാൻ അലിഗർ പോയത്, ആഗ്രയിൽ പോയിട്ട് 4th ക്വസ്റ്റ്യൻ ഷോ വന്നത്. അപ്പോ എന്താ പറയാ, അതാ പറഞ്ഞത് നമ്മള് ഞാൻ എവിടെ പോയി പഠിച്ചിട്ടില്ല, ഞാൻ ഒരു സാധനം പഠിക്കാൻ ആരുടെ അടുത്ത് പോയിട്ടില്ല. എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇന്ന് സാഹചര്യം ഉണ്ട്, പക്ഷെ പോകാനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ എന്താ പറയാ, നമുക്ക് ഒരു ഗുരുത്വം കിട്ടണം, അത് മനസ്സറിഞ്ഞു തരേണ്ട സാധനമാണ്. അത് എനിക്ക് തോന്നുന്നു മൂപ്പര് എനിക്ക് തരുന്നുണ്ട്. അതിനുള്ള റിസൾട്ട് എനിക്ക് പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട്. അതിന് താങ്ക് യു രമോട്ടിനോട്. ഇപ്പൊ നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നുകൂടി താങ്ക് യു രമോട്ടിനോട്. ഇതുപോലുള്ള ഒരുപാട് ട്രോഫികൾ ഇനിയും നമ്മുടെ MD റോഡ് പോയി കൊണ്ടുവരുന്നുള്ള ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഷാക്കിറ പോയിട്ട് മനസ്സ് തകർന്നെങ്കിലും ഇനി അത് റെഡി ആയി വരും, എല്ലാം തിരിച്ച് വരും. ഫുൾ പവറിൽ നമ്മൾ വീണ്ടും MD റോഡ് പോയി വരും. ദീപിന്റെ മോളാണ് നമ്മളെ അവളെക്കാളും വലിയ ട്രോഫിയാണ് നമുക്ക് വേണല്ലേ. ഭയങ്കര ഡോഗ് ലവർ ഉണ്ടോ? ആണോ? അമ്മുന് ഡോഗിന് ഇട്ടല്ലേ? ഇഷ്ടാണോ? അതൊക്കെ എന്നെ കണ്ടട്ടെ കാണാത്ത പടം കണ്ട. ഏത് ഡോഗിന് ഇഷ്ടം? ഡോഗ് ഏതിനെ ഇഷ്ടം? ബുബുവിന് ഏതിനെ ഇഷ്ടം? അവളിപ്പോ ഇതിലെ അമ്മുന്റെ ബുബു ഏതാ? അമ്മുന്റെ ബുബുന്റെ പേരെന്താ? ചോട്ടു. ചോട്ടുവാ? ചോട്ട് പറ്റില്ല, നമ്മളെ മറ്റേ കുഞ്ഞുപട്ടി. ഓക്കെ ഓക്കെ. നമ്മള് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു KCA രജിസ്ട്രേഷനെ കുറിച്ചിട്ടും, അൺബഡീഡ് എടുക്കണ എങ്ങനെയാണ്, പേരിലേക്ക് മാറ്റണ എങ്ങനെയാണ്. അത് ഇപ്പോഴും പലവരും കണ്ടിട്ടില്ല വീഡിയോ. കാരണം ഇപ്പോഴും പല വീഡിയോന്റെ അടിയിലും ഇപ്പൊ മലയാളി ആയാലും അത് എന്റെ പോസ്റ്റിന്റെ അടിയിലും സണ്ണിച്ചാന്റെ വീഡിയോന്റെ അടിയിലൊക്കെ കാണാറുണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക. അത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. KCA രജിസ്ട്രേഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരും. ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്, ആരെങ്കിലും കമന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാം. എന്നെ വിളിച്ചിട്ടുള്ള എൻ്റെ നമ്പർ സണ്ണിച്ചേട്ടൻ എപ്പോഴും ഇടുന്നതാണ്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൻ്റെ സംശയമാണെങ്കിലും, ഇപ്പോൾ നായനെ കുറിച്ചുള്ള എന്ത് സംശയം, എന്തിൻ്റെ സംശയമാണെങ്കിലും വിളിച്ച് എന്നോട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. ചിലവർ ഇപ്പോൾ എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ആവില്ല. ഇപ്പം എൻ്റെ സ്വഭാവമല്ല സണ്ണിച്ചേട്ടൻ്റെ സ്വഭാവമല്ല അപ്പുറത്തുള്ള, അങ്ങനെ നമുക്കറിയാലോ. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളോട് റോങ് ആയിട്ട് സംസാരിക്കാവും. ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. അപ്പം ഞാൻ ചിലപ്പോൾ ഫോണിലൂടെ, എനിക്ക് ചെവിക്ക് ചെറിയ പ്രശ്നമുള്ള ഒരാളാണ്. ഈ ഒരു ചെവി കേൾക്കില്ല എനിക്ക്. ഈ ഒരു ചെവി പകുതിയിലാണ് നമ്മുടെ വർക്കിംഗ് മുഴുവൻ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ചെവിയുടെ പ്രശ്നമായിരിക്കാം. ചിലവർ വിളിച്ച് കഴിഞ്ഞാൽ പപ്പിയിടോ എന്നൊക്കെ ചോദിക്കും. നമ്മളായിരിക്കും ചേട്ടാ പപ്പിയുണ്ട്. പിന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊന്നും ഇത്ര വില, അവരുടെ അടുത്ത് ഇത്ര വില കുറവാണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാനും ചേട്ടാ അവിടെ നിന്ന് എടുത്തോന്ന് പറയും. അത് പറയുമ്പോൾ ഇങ്ങനെ ആവില്ല പറയുക, ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോഴേക്കും കമന്റ് വന്നിട്ടുണ്ടാവും അഹങ്കാരിയാണ്, തെണ്ടിയാണ്. അതിനിപ്പോൾ നമ്മൾ വിചാരിച്ച മാറ്റം ഇതില്ല. പപ്പീസ് ഇപ്പോഴും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. ഒരുപാട് ബ്രീഡിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം ഷോയുടെ പിന്നിലായിരുന്നു ഫുള്ള്. ഇനിയിപ്പോൾ റിപ്പീറ്റ് വീണ്ടും ബ്രീഡിംഗ് ഒക്കെ എടുത്തു തുടങ്ങണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 4-5 പപ്പീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സിറിയോന്റെ ഒരു പപ്പീനെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. സിറിയോന്റെ പപ്പീനെ ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. നല്ലൊരു പപ്പിയാണ്. ഷോ ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അത് ഭാവിയിൽ ഷോ ചെയ്യുമെന്ന് വിചാരിക്കണം. നല്ല കസ്റ്റമർ കിട്ടിയാൽ കൊടുക്കുകയും ചെയ്യും. വെൽപ്പിംഗ് ബോട്ടിൽ ഇതുപോലെ ഒരുപാട് പപ്പീസ് നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്.
വെൽപ്പിംഗ് ബോട്ട് ലാസ്റ്റ് ഈ കൊറോണയുടെ പ്രശ്നം കഴിഞ്ഞ് കൊണ്ടുവന്ന വെൽപ്പിംഗ് ബോട്ടിൽ നമ്മുടെ ഒരു 5 പപ്പി കിടക്കുന്നുണ്ട്. നല്ല ഹ്യൂജ് ആയിട്ടുള്ള മെയിലും ഹ്യൂജ് ആയിട്ടുള്ള ഫീമെയിൽസും, ഷോ ചെയ്യാൻ പറ്റുന്ന മെയിലും ഷോ ചെയ്യാൻ പറ്റുന്ന ഫീമെയിലും എല്ലാം ഉണ്ട്. ഇവനിപ്പോ എത്ര പ്രായമുണ്ട്? ഇവനിപ്പോ ഏകദേശം 3 മാസം ആവണു. ഏകദേശം ഒരു 86 ദിവസം 87 ദിവസമൊക്കെ ആയിട്ടുണ്ട്. സാമാന്യം ഹെവി ആയിട്ടുള്ള ഒരു പപ്പിയാണ്. ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള പപ്പിയാണ്. നോട്ടത്ര ശരിയല്ലല്ലോ. അത് ഭയങ്കര ബോൾ ക്രേസ് അവന് ഇപ്പൊ തന്നെ. നോക്കി ഞാൻ എന്നെ നോക്കിയത് ഒരു ചെടിഞ്ഞ് കണ്ണോട്ട് നോക്കിയതേ. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, അത്ര ആറ്റിറ്റ്യൂഡ് അവന്. സിറിയോന്റെ പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരാളാണ്. ഈ പ്രായത്തിലൊക്കെ ആറ്റിറ്റ്യൂഡ് പപ്പി കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാ ഒരു ബ്ലഡ് ലൈനിൽ തന്നെ വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. ബ്ലഡ് ലൈൻ അത്രയും ആ ഒരു ടൈപ്പും വന്നിട്ടുണ്ട് അവന്റെ തന്നെ. സിറിയോന്റെ തന്നെ ഒരു ടൈപ്പും. അല്ല അവനെ നേരത്തെ ബോളങ്ങോട്ട് പോയപ്പോ കണ്ണ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്തോണ്ടിരിക്കണേ. ഇനിയിപ്പോ നമ്മുടെ ഇവള് വെൽപ്പിംഗ് ബോട്ട് ഫീമെയിലാണ്. പ്രായം എത്രയുണ്ട്? ഇവൾക്ക് 10 മാസം പ്രായം. തണലത്തേക്കോ വെയിലും തന്നെ വെയിലുണ്ട് തണലത്തേക്ക്. 10 മാസം ഫീമെയിലാണ്. വർക്ക് ചെയ്ത് ആറ്റിറ്റ്യൂഡ് കയറ്റി. ഇവരൊക്കെ സെയിലിനുള്ള ആൾക്കാരാണോ? അവള് ഇതൊക്കെ സെയിലിനുള്ളതാണ്. സെയിൽ എന്ന് പറഞ്ഞാൽ ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം, നിലത്ത് ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കും. ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്തിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡാ. അതിപ്പോ സെയിലിന് നമ്മുടെ ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളുണ്ട്? സെയിലിന് വേണ്ടി ഇപ്പൊ നമ്മുടെ എത്ര ഡോഗ്സ് ഉണ്ട്? 4 കുട്ടികളുണ്ട്. ബ്രെഡിന് ഇന്ത്യയിലും ഒരു 3-4 കുട്ടികളുണ്ട്. ഓക്കെ, എന്റെ വില പറയാൻ പറ്റുമോ? റേഞ്ച് പറയാൻ പറ്റുമോ? ഇവളൊക്കെ 2 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പൈസ നോക്കണില്ല. നമുക്ക് ഇനിയും ഷോ ചെയ്യാനോ, ഇനിയിപ്പോ ലോൺ എടുക്കാൻ പറ്റില്ല. ഇനി ഷോ ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. ഷോ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കൊടുക്കും. ഞാൻ ചോദിക്കുന്നത് ഏകദേശം ഒരു റേഞ്ച് ഇപ്പൊ നേരത്തെ നമ്മൾ കാണിച്ചോണിയും ഇവരൊക്കെ ഒരു റേഞ്ച് ഉണ്ടോ? സിറിയോടെ പപ്പിയൊക്കെ ഡബിൾ സൈഡ് ഇമ്പോർട്ടാണ്. സിറിയോന്റെ പപ്പി അതൊക്കെ നമുക്കൊരു 70 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കും. അതേപോലെ ഇവളൊക്കെ ആണെങ്കിൽ ഒരു 160, 170 ആ റേഞ്ചിന്റെ ഉള്ളിൽ കൊടുക്കും. ഷോ 100% നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. അതിൽ വേറെ വർത്താനങ്ങളില്ല. ഇത് റോബസ്റ്റോ സണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞ ഡോഗാണ്. റോബസ്റ്റോ സണ്ണി ഡേയ്സ് നമ്മുടെ പേരുണ്ട്. ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള നായയാണ്. പക്ഷെ മുറുക്കനൊക്കെ ചെറിയ നായയാണ്. പക്ഷെ വലിയൊരു ഡോഗാണ്. മുറുക്കന്റെ ഒപ്പം നിർത്താൻ പറ്റിയൊരു ഡോഗാണ്. കാരണം MD റോഡ്വേയുടെ മുറുക്ക കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൈസുള്ളൊരു ഡോഗ് ഇവനാണ്. മുറുക്കോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോഗാണ്. ഇവൻ MD റോഡ്വേയുടെ 2nd ഡോഗാണ്. പിന്നെ ഇത് യാന ഒഡി വടനോര. ഒരുപാട് പേര് അറിയുന്ന ഒരു ഫീമെയിലാണ് യാനയുടെ ഒരു ഫുൾ കണ്ടീഷൻ ഇപ്പോഴാണ് ആയിട്ടുള്ളത്. ഇനി ഇവളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 33 ലൈനപ്പ് ഉണ്ട് ഇവൾക്ക് ടോട്ടൽ. അതായത് ഒരു 1.5 വയസ്സ് മുതൽ ഏകദേശം 1.5 വയസ്സ് മുതൽ 6.5 വയസ്സ് വരെ ഷോ ചെയ്തിട്ട് 33 ലൈനപ്പ് കിട്ടിയിട്ടുണ്ട് ഇവൾക്ക്. അവിടെയാണ് നമ്മുടെ ഷാക്കിറ. അപ്പോഴും പ്രത്യേകത ഷാക്കിറയുടെ അതാണ്. ഏകദേശം 18-19 ലൈനപ്പും 4 മാസം കൊണ്ട് എടുത്തോളൂ. അപ്പൊ ഒരു 2 കൊല്ലം നിന്നിരുന്നെങ്കിൽ ഏകദേശം ഒരു 60 ലൈനപ്പ് 70 ലൈനപ്പ് കയറിയിരുന്നോളൂ. എന്തെങ്കിലും ഒരു ഡോഗും ഇനി വരൂല്ല ഇതുപോലെ ഷാക്കിറയുടെ പോലെ. ഞാനും ഭയങ്കര എന്താ പറയാ, നമുക്കൊരു പ്രൗഡുള്ള ഫീമെയിലാണ് കേട്ടോ. പക്ഷെ ഇവൾക്ക് എന്തോ ഒരു പ്രത്യേകത, ഇവളുടെ ചെവികൾക്കോ ചെവി ചെറുതാണ് കുറച്ച്. എന്തോ ഒരു വ്യത്യാസം, മറ്റുള്ളവരിൽ വ്യത്യാസം. ഇയർ പിടിക്കുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവൾക്ക്. ഇയർ പിടിക്കുന്നതിന്റെയാണ്. അവർ ആ ഒരു ടൈമില് പിടിക്കുള്ളൂ. പിന്നെ കുറച്ച് എന്താ പറയാ കണ്ടീഷൻ ഔട്ട് ആയിരുന്നു ആള്. വീണ്ടും ഓക്കെ വരുന്നുള്ളൂ. അവർക്ക് എന്താ പറയാ ഇങ്ങനെ കഴിയേണ്ട ഒരു ഫീമെയിൽ ആയിരുന്നില്ല. നല്ല ഫെസിലിറ്റി കിട്ടേണ്ടിരുന്ന ഫീമെയിൽ ആയിരുന്നു. അത് കിട്ടാതെ ഉള്ളൊരു സമയത്ത് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ റെഡി ആയി വരുന്നു ആള്. ഓക്കെയാണ്, നമ്മളായിട്ട് ഓക്കെയാണ്. ആള് മെന്റലി ഓക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.